ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിശ്വൻ വീട്ടിൽ നിന്ന് പോവുകയാണെന്നുള്ള സന്തോഷത്തിൽ ഇന്ദ്രൻ ഭയങ്കര ഹാപ്പിയിലാണ്. അപ്പോൾ എങ്ങോട്ട് പോവുകയാണെന്ന് അച്ഛമ്മ ചോദിച്ചു. അപ്പോൾ ബാംഗ്ലൂർക്ക് പോവുകയാണെന്ന് പറഞ്ഞു. നീ പോകാൻ തന്നെ തീരുമാനിച്ചോടാന്ന് ചോദിച്ച അമ്മ, നീ എന്തിനാടാ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കുറച്ച് സമാധാനം വേണമെന്ന് പറഞ്ഞു. ഓഹോ, അപ്പോൾ ഇവിടെ നിന്ന് പോയാൽ ബാംഗ്ലൂരിൽ വന്നാൽ നിനക്ക് സമാധാനം കിട്ടുമോ? എങ്കിൽ ഞാനും വരാടാ, എനിക്കും കുറച്ച് സമാധാനം കിട്ടുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ. ആ സമയത്ത് നിനക്ക് ഇവിടെയൊക്കെ സുഖം കൂടിപ്പോയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി ഇങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിലെ അമ്മയുടെയും മകൻ്റെയും പ്രവൃത്തികൾ കൂടെ തല കുനിഞ്ഞു പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിശ്വൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ വിശ്വൻ അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രാജലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ടില്ല. എടാ, ഒരു വീടാകുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകും. നമ്മുടെ വീട്ടിൽ മാത്രമല്ല, എല്ലാ വീടുകളിലും ഓരോരോ പ്രശ്നങ്ങളുണ്ട് എന്ന് വെച്ച് നാട് വിട്ട് പോവാണോടാ എല്ലാവരും എന്ന് രാജലക്ഷ്മി ചോദിക്കാം. എടാ, ഇവിടുത്തെ ബിസിനസ് നോക്കി നടത്തിയാൽ തന്നെ അന്തസ്സായിട്ട് ജീവിക്കത്തില്ലേടാ എന്ന് ചോദിച്ചു. അതിന് പകരം കണ്ടവൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ പോണത് കണ്ടില്ലേ എന്നും പറഞ്ഞ് അമ്മ മോനോട് ദേഷ്യപ്പെടുക കേട്ടോ. അങ്ങനെ ചോദിക്കമ്മേ എന്നും പറഞ്ഞ് ഇന്ദ്രൻ. വിശ്വന് ദേഷ്യം വരുന്നുണ്ട്. വിശ്വൻ ഇങ്ങനെ തൂർച്ച് നോക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഉത്തരം മുട്ടിപ്പോയെന്ന് ചോദിക്കുക ഇന്ദ്രനെ. എടാ, മാസശമ്പളം എന്ന് പറയുന്ന പേരിൽ കിട്ടുന്ന നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി നീ എന്തിനാണ് നിന്റെ ഭാവി കളയെന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ ഈ വീട്ടിൽ നിന്നാൽ എൻ്റെ ഭാവി നശിക്കുക എന്ന് വിശ്വം പറഞ്ഞു. അപ്പോൾ പോകാൻ തന്നെ നീ തീരുമാനിച്ചോ എന്ന് ചോദിച്ചപ്പം അതെ, ഞാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞു. അതെ, എനിക്കറിയാം ആരാ നിന്നെ ഉപദേശിക്കുന്നതെന്ന്. വന്നു കയറിയിട്ടുണ്ടല്ലോ തലയിൽ ഒരുത്തി നട്ടല്ലില്ലാത്തവനെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്നിട്ട് വിശ്വനെ കുറ്റം പറയാട്ടോ. ഇത്രയും വരെ വളർത്തി വലുതാക്കിയ ഞാൻ പറയുന്നൊന്നുമല്ല അവന് കാര്യം. എവിടുന്നോ വന്ന ഒരുത്തിയാ. പോയിക്കോ, നീ ആയിക്കോ, നീയൊക്കെ അനുഭവിക്കുമ്പോൾ പഠിക്കും. അവളുടെയൊക്കെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴേ നീ പഠിക്കുമെന്നൊക്കെ പറഞ്ഞു. ഏതായാലും അവന് സ്വസ്ഥത വേണമെന്നല്ലേ ഇവ പറഞ്ഞത്. അത് അവന് കിട്ടാൻ ബാംഗ്ലൂർ വരെ പോകണമെങ്കിൽ അവൻ പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും വിശ്വനെല്ലാം മതിയാക്കി എഴുന്നേറ്റ് പോയി. ആ സമയത്ത് അവനോട് പോകണ്ടെന്ന് പറയാൻ അച്ഛമ്മ പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് തിന്നോട്ട് ഏറ്റു പോകാൻ പറയുക. ആ സമയത്ത് ഇവനും അങ്ങോട്ട് തുള്ളിച്ചാടി എഴുന്നേറ്റ് പോയി ഇന്ദ്രൻ. അപ്പോൾ കൈ കഴുകിയേച്ച് പോടാ എന്ന് അമ്മ പറഞ്ഞപ്പോൾ കഴുകിയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് കൈ കഴുകാൻ പോകുന്നു ഇന്ദ്രൻ. ഈ സമയത്ത് ഈ വീട്ടിൽ എല്ലാവർക്കും ഭ്രാന്ത, കുടുംബം നശിക്കാൻ ഇനി അധികം നാളൊന്നും വേണ്ട എന്ന് അച്ഛമ്മ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് അച്ഛമ്മ അവിടെ ഇരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. രാജലക്ഷ്മി ഇങ്ങനെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ പൂർണിമ അവിടെ ബെഡൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ മകൻ കയറി വന്നു. അപ്പോൾ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു വന്നപ്പോൾ ഞാൻ വിളിച്ചാലും വരാൻ നിനക്ക് മടിയല്ലേ എന്ന് ചോദിച്ചു. അയ്യോ അമ്മേ, അങ്ങനെയൊന്നും അല്ല അമ്മ, അങ്ങനെയൊന്നും പറയരുതെന്ന് സേതു നേരം പറയാം. പെട്ടെന്ന് പൂർണിമ മോൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്തിനാ അമ്മ, അപ്പോൾ അമ്മയോട് ചോദിച്ചു എന്തിനാ വരാൻ പറഞ്ഞതെന്ന്. എന്തിനായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ വഴക്ക് പറയാനായിരിക്കും എന്ന് പറഞ്ഞു സേതു. എന്തിന്, അതിന് നീ എന്ത് തെറ്റാ ചെയ്തതെന്ന് പൂർണിമ ചോദിക്കുക സേതുവിനോട്. ഞാൻ അത് പിന്നെ അപ്പം എനിക്കറിയാം, കാശുണ്ടാക്കാനേ നീ എന്തുമാത്രം കിടന്ന് കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പൂർണിമ പറയാം. അഭിമാനിയല്ലേ, അച്ഛനും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എന്നും പറഞ്ഞു കേട്ടോ പൂർണിമ. ഒന്നും ആരെയും അറിയിക്കാതെ എല്ലാം സ്വയം പേറുന്ന ഒരാളായിരുന്നു, എല്ലാം ഒറ്റയ്ക്ക് സഹിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ നമ്മൾ അങ്ങനെ പെരുമാറാനൊന്നും പാടില്ലല്ലോ, അറിഞ്ഞ് ചെയ്യണമെന്നും പൂർണിമ പറയാം. അതിനാ എൻ്റെ മോനെ ഞാൻ വിളിപ്പിച്ചതെന്ന് പറഞ്ഞു. സേതു നേരം ഇങ്ങനെ നിൽക്കുമ്പോൾ അമ്മതേ ഒരു കുറച്ച് ഇതെടുത്ത് കയ്യിലേക്ക് കൊടുക്കുക. ഇത് അധികമൊന്നുമില്ല, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഉപകരിക്കുമെന്ന് പറഞ്ഞാൽ പൈസ കൊടുത്തപ്പോൾ അത് വേണ്ട അമ്മയെന്ന് പറഞ്ഞു. എൻ്റെ കാശാടാ മോനെ, ദേ പലപ്പോഴായിട്ട് ഞാൻ കൂട്ടി വെച്ച എൻ്റെ സ്വന്തം കാശാണെന്ന് പൂർണിമാമ പറയണു. ഈ സമയത്ത് ഇത് നിനക്ക് തന്നില്ലെങ്കിൽ പിന്നെ 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 ഈ അമ്മ എന്തിനു കൊള്ളാം മോനെന്ന് ചോദിച്ചു. അപ്പം അതുകൊണ്ടൊന്നും അല്ല അമ്മേ, വേണ്ടാഞ്ഞിട്ടാന്ന് സേതു അമ്മയോട് പറയുവാണേ. പൈസയ്ക്കേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സത്യം തന്നെയാണ്, എന്നാലും അത് വേണ്ട അമ്മയെന്ന് പറഞ്ഞു പൂർണിമയുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കാതെ നിൽക്കും. അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ആരുടെ മുന്നിലും കൈ നീട്ടേണ്ടി വരരുത് എന്ന് മകൻ പറഞ്ഞു കൊടുക്കുക. അതിന് ഈ കാശ് അമ്മയ്ക്ക് ഉപകരിക്കുമെന്നും പറഞ്ഞു. അപ്പോൾ മോനെ സേതു, നിന്റെ മനസ്സുരുകുന്നത് എനിക്ക് നന്നായി തന്നെ അറിയാം. അതുകൊണ്ട് അമ്മ ഈ പറയുന്നതെന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരുപാട് അനുഭവിച്ചതല്ലേ അമ്മേ. അതുകൊണ്ട് സേതുമാധവൻ ഇതൊന്നും ഒരു പുത്തരിയല്ല. പിന്നെ സേതുമാധവൻ ഈ വീട്ടിലേക്ക് വന്നത് ഇവിടുത്തെ സ്വത്തും പണവും ഒന്നും കണ്ട് മോഹിച്ചിട്ടല്ലമ്മേ എന്ന് സേതു പറയാം. എൻ്റെ പെങ്ങളുടെ കല്യാണം ഭംഗിയായിട്ട് നടത്താൻ ഈ വീട്ടിൽ നിന്ന് എനിക്ക് ഒരു രൂപ പോലും വേണ്ട അമ്മയെന്ന് സേതു പൂർണിമയോട് പറയാം. ഇവിടുന്ന് കാശെടുത്ത് നടത്താനാണെങ്കിൽ പിന്നെ എന്തിനാമേ ഞാൻ എന്ന് സേതു ഇങ്ങനെ ചോദിക്കും കേട്ടോ. അമ്മ വിഷമിക്കൊന്നും വേണ്ട, എല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കുമെന്നും പറഞ്ഞ് സേതു ഇങ്ങനെ അമ്മയോട് പറഞ്ഞു. അപ്പം നിനക്കെന്നും നല്ലതേ വരുവുള്ളൂ എന്ന് പറഞ്ഞ് അമ്മ മോനെ അനുഗ്രഹിച്ചു വിടുക. നിന്നെപ്പോലെ ഒരു മകനെ കിട്ടിയതിൽ എന്തുമാത്രം അഭിമാനം ഉണ്ടെന്നറിയോ എനിക്കെന്നൊക്കെ അമ്മ. നീ ഇല്ലായിരുന്നെങ്കിൽ എന്നേ ഈ കുടുംബം തകർന്നു പോയേനേന്നൊക്കെ പൂർണിമ ഇങ്ങനെ സേതുവിനോട് പറയുക കേട്ടോ. ഈ കുടുംബത്തിലെ ഈ വലിയ തകർച്ചയിൽ നിന്ന് നീയാ ഞങ്ങളെ രക്ഷിച്ചത്. നീ വന്നതുകൊണ്ടാണ് ഇന്ന് ഈ വീട് ഒരു കല്യാണ വീടായതെന്നൊക്കെ പൂർണിമ ഇങ്ങനെ പറയുകയും ചെയ്തു. നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും അത് അധികമാവില്ല മോനെ എന്നൊക്കെ അമ്മ പറഞ്ഞപ്പോൾ എൻ്റെ കടമയല്ലേ അമ്മേ, ഞാൻ ചെയ്തോളൂ, അതിനമ്മ നന്ദിയൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ എന്നെ ഏൽപ്പിച്ച ജോലി ഭംഗിയായി തന്നെ ചെയ്ത് തീർക്കണം എനിക്കെന്ന് സേതു അന്നേരം പറഞ്ഞു. പൊന്നുമടം നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെയെല്ലാം
നിരാശപ്പെടുത്തണം എനിക്കെന്നൊക്കെ സേതു പറഞ്ഞു കേട്ടോ. അതിനു വേണ്ടിയാ രാപ്പകലില്ലാതെ ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നതെന്നും സേതു പറഞ്ഞു. സേതു മാധവൻ്റെ കഴിവ് പരീക്ഷിക്കപ്പെടാൻ പോകുന്ന ദിവസമാണമ്മേ നാളെയെന്നും. കല്യാണം അതൊരു വല്ലാത്ത ദിവസം തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അതും പറഞ്ഞ് സേതു അങ്ങ് പോകുമ്പോൾ, ഈ കല്യാണം കഴിഞ്ഞാൽ നിന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞാൽ നീ ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പോവോ എന്ന് പൂർണിമ സേതുവിനോട് ചോദിച്ചു. സേതു അന്നേരം അമ്മയുടെ മുന്നിൽ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുക. അപ്പോൾ ഈ സമയത്ത് അമ്മയെ കണ്ണ് കണ്ടോ എന്ന് ചോദിച്ചു. അതാണ് എനിക്ക് എൻ്റെ സ്വന്തം അമ്മ എന്ന് നമ്മുടെ സേതു. ഈ കണ്ണ് ഈ അമ്മയും ആണെന്ന് പറഞ്ഞു. അപ്പോൾ പൂർണ്ണിമ അന്തം വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. രണ്ട് കണ്ണും ഒരുപോലെ പ്രധാനപ്പെട്ടത് തന്നെ അമ്മ എനിക്ക്. ഒന്ന് മറ്റൊന്നിനേക്കാൾ വലുത്, അല്ലെങ്കിൽ മറ്റൊന്നിനേക്കാൾ ചെറുത്, അങ്ങനെയൊന്നുമില്ല. സമാസമമാണ്. അങ്ങനെ കാണാൻ എനിക്കിഷ്ടമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മുമ്പ് പോയിട്ട് വരാൻ പറഞ്ഞു. ശരി അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങ് പോരുന്നു. പൂർണ്ണിമ അന്നേരം മകൻ്റെ മനസ്സ് മനസ്സിലാക്കി അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആനിമിസിനെ ആട്ടോ. ആനിമിസ് ഇങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോള് വന്നു. ഹലോ, പല്ലവിയുടെ കോൾ ഞാൻ പ്രതീക്ഷിച്ചിരിക്കായിരുന്നല്ലോ പല്ലവി. ഞാൻ അന്വേഷിച്ചു, ഒരു വഴി തെളിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം പറയാം. വലിയ ഉപകാരം ടീച്ചറെ, എത്രയും പെട്ടെന്ന് കാശ് വേണം, അല്ലെങ്കിൽ പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ അല്ല പല്ലവി, ഇത്രയും വലിയ തുക, അതും പല്ലവിയുടെ റിസ്കിൽ എങ്ങനെയാ, എന്ത് ചെയ്യും? എങ്ങാനും സേതുവിന് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ സമാധാനം പറയേണ്ടി വരുന്നത് പല്ലവി ആയിരിക്കും, അറിയാലോ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ സേതുവേട്ടൻ അതൊക്കെ തിരിച്ച് തന്നോളും ടീച്ചറെ, എനിക്കത് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കാശാണ്, മനുഷ്യരാണ്, മനസ്സെപ്പോഴാണ് മാറുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക. അതുകൊണ്ട് നല്ലതുപോലെ ആലോചിച്ചിട്ട് വേണം കേട്ടോ ഒരു തീരുമാനം എടുക്കാനെന്ന് പറയുമ്പോൾ, ഇനി ആലോചിക്കാനൊന്നുമില്ല, ഞാൻ എത്രയും പെട്ടെന്ന് നാളെ ഈ കല്യാണം ഒരു പ്രയാസങ്ങളും കൂടാതെ നടക്കണം. അപ്പോൾ ശരി പല്ലവി, ഞാൻ കൂടെ ഉണ്ടാകും. എന്തായാലും ഒരു കാര്യം കൂടി ഞാൻ ആവർത്തിച്ച് പറയാം. കുഴപ്പം പിടിച്ച ഇടപാടാണ്, പലിശയ്ക്കാണ് വാങ്ങുന്നത്, കടക്കണി എന്നൊക്കെ പറയില്ലേ, അതിലേക്കാണ് ചെന്ന് ചാടാനൊക്കെ ആയിട്ട് പോകുന്നത്. സൂക്ഷിച്ച് വേണം കേട്ടോ നീങ്ങാനെന്ന് പറയുമ്പോൾ, എല്ലാം എനിക്കറിയാം. സേതുവേട്ടൻ കാശില്ലാതെ കിടന്ന് ഒരുങ്ങുകയാണെന്നും ആ മനസ്സിൻ്റെ നീറ്റിലൊന്ന് മാറ്റണമെന്നും പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ആനിമിസും ഇങ്ങനെ ശരി പറഞ്ഞു. അതുമാത്രമേ ഉള്ളൂ തൻ്റെ മനസ്സിൽ, പലിശയെങ്കിൽ പലിശ, എന്തിനും ഞാൻ തയ്യാറാണെന്നൊക്കെ പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞു. ഓക്കേയും പറഞ്ഞു. ഫോൺ അങ്ങ് കട്ട് ചെയ്തു. പല്ലവി അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുക. പിറ്റേ ദിവസം രാവിലെ തന്നെ പോകാനായിട്ട് പല്ലവി ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ കാശ് മേടിക്കാനായിട്ട് സേതു അന്നേരത്തേക്ക് അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ എന്തായിന്ന് ചോദിച്ചപ്പോൾ അകത്ത് സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു പല്ലവി. എല്ലാവർക്കും വേണ്ടുന്നത് ഹീഡാണെന്നും സ്ഥലമോ സ്വർണമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാശ് കിട്ടുമെന്നും, എൻ്റെ കയ്യിൽ എവിടുന്ന സ്വത്തെന്നൊക്കെ ചോദിച്ചപ്പം വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ അങ്ങനെയുള്ള പ്രശ്നമൊന്നും വരുമെന്ന് തോന്നുന്നില്ല, ആനി ടീച്ചർക്ക് പരിചയമുള്ള ആളാണെന്നും കിട്ടുമെന്ന് തന്നെയാണ് വിശ്വാസമെന്ന് പറഞ്ഞു. അപ്പോൾ ആനി ടീച്ചർ പല്ലവിയെ സഹായിക്കാൻ പല്ലവി എൻ്റെ അരികിലേക്ക് വരുന്നു. സ്നേഹം അല്ലേ എന്ന് ചോദിച്ചപ്പോൾ പല്ലവി അതെ അതാ, അല്ലെങ്കിൽ നമ്മളെ എന്തിനു കൊള്ളാൻ സേതുവേട്ടാ, മനുഷ്യരല്ലേ, സ്നേഹിക്കണ്ടേ പരസ്പരം എന്ന് ചോദിച്ചു. പ്രത്യേകിച്ചും സേതുവേട്ടനെ സ്നേഹിക്കണ്ടേ എന്ന് പല്ലവി സേതുവിനോട് ചോദിക്കുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ആനി ഇങ്ങ് ഇറങ്ങി വന്നിട്ട് പല്ലവിയോട് അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ആധാർ കാർഡിൻ്റെ കോപ്പി ചോദിക്കുക. അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. അതങ്ങ് കൊടുക്കുന്നു. ഈ സമയത്ത് ഇപ്പോൾ വരാവേന്ന് പറഞ്ഞു ആനിമിസ് അകത്തേക്ക് കയറിപ്പോയി. ആനി അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഇവർ പുറത്ത് ടെൻഷൻ അടിച്ച് നിൽക്കുക, കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. ഇത്രയും വലിയൊരു ഭാരം എടുത്ത് തലയിൽ വെക്കണോ പല്ലവി എന്ന് ചോദിച്ചു കേട്ടോ. ജീവിച്ചിരുന്ന് ഞാൻ ഈ കടം വീട്ടും, എനിക്കെന്തെങ്കിലും പറ്റിയാലോ എന്ന് ചോദിച്ചപ്പോൾ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു പല്ലവി. അല്ല ഇനി അഥവാ പറ്റിയാലോ? അപ്പോൾ പറ്റില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു പല്ലവി. എന്താ ഉറപ്പെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. സേതുവേട്ടന് എന്തെങ്കിലും പറ്റിയാ പിന്നെ എനിക്ക് ആരാ ഉള്ളത് എന്ന് പല്ലവി സേതുവിനോട് ചോദിക്കുക. അപ്പോൾ സേതു ഇങ്ങനെ പല്ലവി അന്തം വിട്ട് നോക്കുക കേട്ടോ. ഓരോ തവണയും ഓരോ രീതിയിലും ഇങ്ങനെ ഉള്ളിലെ ഇഷ്ടങ്ങൾ ഇങ്ങനെ പല്ലവി പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നെ തനിച്ചാക്കാൻ ദൈവങ്ങൾ തയ്യാറാകുമോ എന്ന് പല്ലവി ഇങ്ങനെ ചോദിച്ചു കേട്ടോ. അത് കേട്ടപ്പോൾ സേതുവിൻ്റെ കണ്ണും മനസ്സൊക്കെ ഒരുപോലെ നിറഞ്ഞു. അങ്ങനെ ആ ഒരു എന്താ പറയുന്നത്, വല്ലാത്തൊരു ഇതിൽ ഇങ്ങനെ നിൽക്കുക. എന്നാലും വേണ്ടായിരുന്നു പല്ലവി എന്ന് സേതു പറഞ്ഞപ്പോൾ, കാശു വേണം പിന്നെന്താ? അപ്പോൾ പല്ലവി ഒന്ന് ചിരിച്ചു. സേതു നേരെ ഒരു കള്ള നോട്ടമൊക്കെ നോക്കി നിൽക്കുക. അല്ല ഞാൻ കാരണം പല്ലവി ഇത്രയും വലിയൊരു കടം സേതുവേട്ടാ, കല്യാണം ഭംഗിയാക്കുന്നതിനെ പറ്റി മാത്രം സേതുവേട്ടൻ ഇപ്പോൾ ചിന്തിക്കുക, അതാണിപ്പോൾ നമുക്ക് പ്രധാനമെന്ന് പറഞ്ഞു. അങ്ങനെ അവരതും പറഞ്ഞിങ്ങനെ നിൽക്കുക. ഇതിന് ശേഷം പിന്നെ അകത്ത് അദ്ദേഹം അവിടെ ഇരിക്കുന്നു. ആ സമയത്ത് നമ്മുടെ സേതുവും പല്ലവി അകത്തേക്ക് കയറി ചെന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സേതുമാധവൻ എന്ന് പറഞ്ഞ്, ഇത് പല്ലവി എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുക. ആ സമയത്ത് കോളേജ് ലെക്ചർ നിങ്ങൾ തന്നെയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പോൾ ഈ ആനി ഇവിടെ ഉള്ളതുകൊണ്ടാണ് കാശ് തരുന്നത്, വലിയ തുകയാണെന്ന് അറിയാമല്ലോ,
വട്ടി കൃത്യമായിരിക്കണമെന്നൊക്കെ ചേട്ടൻ പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ അദ്ദേഹം പറയാം. അപ്പോൾ ഇങ്ങനെ ഇതായിട്ടിരിക്കും അവർ പേടിച്ച്. അപ്പോഴേക്കും അവിടെ എഗ്രിമെൻ്റ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ എഗ്രിമെൻ്റ് വെക്കുന്നു. ഈ സമയത്ത് ഇതിൽ എനിക്ക് ഇഷ്ടമുള്ളത് എഴുതി ചേർക്കത് ബ്ലാങ്ക് ആണ് പേപ്പർ എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് നല്ലതുപോലെ ആലോചിച്ച് സൈൻ വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സേതുവും പല്ലവിയും സൈൻ വയ്ക്കാൻ പോകുമ്പോൾ ഇതിൽ ഭാര്യ ജാമ്യം നിൽക്കണമെന്ന് പറഞ്ഞു. ഭാര്യ ജാമ്യം നിൽക്കണം. അപ്പോഴേക്കും ഇവരിങ്ങനെ നോക്കുക. അതെ, അപ്പോൾ ഭാര്യ ജാമ്യം നിന്നാലല്ലേ പൈസ കിട്ടുമെന്ന് ആനിമിസ് ഇങ്ങനെ പറയാം. പല്ലവി സേതുവിൻ്റെ ഭാര്യയാണല്ലോ. ഭാര്യയ്ക്ക് ഭർത്താവിന് വേണമെങ്കിൽ ജാമ്യം നിൽക്കാം. അപ്പോൾ എന്താണ് ഡിസ്കഷൻ, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പം ഇല്ല എണ്ണാന്ന് പറഞ്ഞു. കൺഫ്യൂഷൻ ഉണ്ടല്ലോ എന്നീ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേനും ഇവർ രണ്ടുപേരും ഇങ്ങനെ നോക്കുക പേടിച്ച്. എടാ തങ്കമിത്തു, കുങ്കുമം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ കുങ്കുമം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ ഇവർ നോക്കുമോ കുങ്കുമമൊക്കെ എന്തിനാണെന്നുള്ളൊരിത്. അപ്പോഴത്തേക്ക് ആനി അവിടെ നിന്നൊക്കെ ഇന്ന് കാണിക്കുമോ, കല്യാണം കഴിഞ്ഞിട്ട് കുങ്കുമം ഇടാതെ നടക്കുന്നത് അത് ഐശ്വര്യക്കേടാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം രണ്ടുപേരും കൂടി ഇങ്ങനെ നോക്കുക കേട്ടോ. ഓഹോ എന്നും പറഞ്ഞു. അപ്പോഴത്തേനും ആനി ഇങ്ങനെ അവിടെ ഇങ്ങനെ പേടിച്ചിരിക്കുക, കയ്യിൽ നിന്ന് പോയി. കാരണം ആനി അതുപോലത്തെ നുണയൊക്കെ പറഞ്ഞിട്ടാണ് പൈസ മേടിക്കുന്നത്. ഈ സമയത്ത് അദ്ദേഹം നിങ്ങളുടെ പരസ്യം കണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യമൊക്കെ പറഞ്ഞു. ഈ സമയത്ത് ആ ഒരു ഇത് ഇടാൻ പറഞ്ഞു. അതായത് നമ്മുടെ നെറ്റിയിലിടുന്ന സിന്ദൂരം സേതുവിനോട് പല്ലവിയോട് പല്ലവിയുടെ നെറ്റിയിലിട്ട് കൊടുക്കാൻ പറഞ്ഞു. സേതു വന്നിട്ട് പല്ലവിയുടെ നെറുകയിൽ സിന്ദൂരം ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് പല്ലവി സേതുവും കൂടെ ആ പേപ്പറിൽ ഒപ്പ് വയ്ക്കുക. അങ്ങനെ പൊന്നുമടത്തെ രക്ഷിക്കാനുള്ള പൈസ ആ ഒരു ഇതിൽ അവർ മേടിക്കുക. വട്ടിപ്പലിശയ്ക്കാണ് മേടിക്കുന്നത്. അങ്ങനെ മേടിച്ച് ഋതുവിനെ തോപ്പിച്ചുകൊണ്ട് കല്യാണം നടത്താൻ തന്നെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുവാണ്. അങ്ങനെ കാശെല്ലാം എണ്ണി അദ്ദേഹം കൊടുത്തു. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ക്യാഷ് മേടിച്ച് അങ്ങനെ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഒരു നിമിഷം എന്നും പറഞ്ഞിട്ട് അവരുടെ രണ്ടുപേരുടെയും കൂടെ ഫോട്ടോയും അദ്ദേഹം എടുക്കുക. ചേർന്ന് നിൽക്കുന്ന 2 ഫോട്ടോ. അപ്പോൾ കയ്യിൽ കവറൊക്കെ പിടിച്ച് സേതു ഇങ്ങനെ നിൽക്കുന്നു, തൊട്ടരികിൽ പല്ലവി നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പം ഫോട്ടോയ്ക്ക് നിങ്ങൾ എന്നെ കാണിച്ചെങ്കിലും പിന്നെ എൻ്റെ മൊബൈലിലെടുത്താലേ എനിക്കൊരു തൃപ്തി ആവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പല്ലവി നെറ്റിയിൽ സിന്ദൂരമൊക്കെ ഇട്ട് നിൽപ്പുണ്ട്, സേതു അടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഭാര്യയും ഭർത്താവും അദ്ദേഹത്തിന് ഓക്കെ ആയി. ഈ സമയത്ത് മുത്തു എല്ലാം അകത്ത് കൊണ്ടുപോയി ഭദ്രമായിട്ട് വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇവർ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ സേതുവിന് ആകെ വിഷമം. അപ്പോൾ സേതുവിൻ്റെ കണ്ണ് നിറഞ്ഞു. എന്തു പറ്റി എന്ന് പല്ലവി ചോദിച്ചപ്പം ഒന്നുമില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ പല്ലവി കണ്ണിൽ കരട് വല്ലതും പോയതായിരിക്കും അല്ലേ, അതുകൊണ്ടായിരിക്കും കരഞ്ഞതല്ലേ എന്ന് പല്ലവി സേതുവിനോട് ചോദിക്കാം. ആ സമയത്ത് ആനി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വരെ നോക്കി നിൽക്കുക കേട്ടോ. ഈ സമയത്ത് പല്ലവി അപ്പോൾ വേണ്ട പറയാൻ പോകുന്നത് എന്താണെന്നൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞു. ഇനി ഒന്നും സേതുവേട്ടൻ പറയണ്ട, ഞാനില്ലായിരുന്നെങ്കിൽ കാശ് കിട്ടില്ലായിരുന്നു, കാശ് കിട്ടിയില്ലായിരുന്നെങ്കിൽ കല്യാണം മുടങ്ങിയനെ എന്നൊക്കെയല്ലേ പറയാൻ പോകുന്നതെന്ന് ചോദിച്ചു കേട്ടോ. അതൊന്നും ഇനി പറയേണ്ട കാര്യമില്ല. എൻ്റെ പൊന്ന് സേതുവേട്ടാ, എൻ്റെ കടമയാണ് ഞാൻ ഈ ചെയ്തതെന്ന് എത്ര തവണ ഞാൻ സേതുവേട്ടനോട് പറഞ്ഞു. ഇനി ഒരിക്കൽ കൂടി എന്നെ കൊണ്ട് അത് പറയിപ്പിക്കരുത് കേട്ടോ, എങ്കിൽ ഞാൻ വീക്ക് വെച്ച് തരുമെന്ന് പല്ലവി സേതുവിനോട് പറയാം. അപ്പോൾ എന്തൊരു വെപ്രാളമായിരുന്നു പല്ലവിക്ക്. കാശെങ്ങാനും കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇയാളെന്നെ കൊന്നേനേന്ന് ആനിമീസ് പറയാം. അന്നേരം അത് പിന്നെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമല്ലേ ടീച്ചറെ. ഒരു തവണ മുടങ്ങിയതാ കല്യാണമെന്നും ഇത്തവണയും കൂടി അങ്ങനെ വല്ലതും സംഭവിച്ച അമ്മ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതുവിനോട് ഇങ്ങനെ പറയുക. അപ്പോൾ അതുകൊണ്ട് പല്ലവി ആ റിസ്ക് എടുത്തതെന്നുള്ള കാര്യം ഇങ്ങനെ ഇവർ തമ്മിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ.